അസ്സലാമു നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 19.6 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 നില 2500 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്ന 6 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട്, അടിപൊളി വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട് ഭാഗം വരുന്നത് ടാറിട്ട റോഡാണ്, ടാറിട്ട പഞ്ചായത്ത് റോഡ്. അത് റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, ഈ വീടിൻ്റെ വ്യൂ ആണ്. മുകൾ ഭാഗമൊക്കെ ഫുള്ളായിട്ട് ഷീറ്റിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും. വലിയ സൗകര്യമുള്ള വീടാണ്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. നല്ല വെള്ള സൗകര്യമുണ്ട്. നേരെ തൊട്ടടുത്തൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ, നിറയെ വീടുകളിലൊരു ഏരിയ അല്ല, ഒരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള വഴി. ടാറിട്ട റോഡിൽ നിന്ന് വീട്ടിലേക്ക് വഴിയുണ്ട്. ഈ ഭാഗത്തൊക്കെ വഴിയൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് പതിച്ചിട്ടുണ്ട്. മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗാർഡനിങ് ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ മെയിൻ ഗേറ്റിനോട് ചേർന്നിട്ട് ഇവിടെ ചെറിയൊരു പടിപ്പുരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയൊരു മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷന്, ഇതിന് എത്രയാണ് ഇവർ വില ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം വളരെ വിശദമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അത് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. മതിലിനോട് ചേർന്നിട്ട് ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വീട് കേട്ടോ. വലിയ സൗകര്യമുണ്ട്. ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട കാഴ്ചയാണ്. നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ്. മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സൗകര്യമുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടാണ്. നേരെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇത് സിറ്റിംഗ് ഏരിയ കൂടാണ്ട് ഇവിടെ ലിവിങ് പോലെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പർഗോളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് എച്ചിങ് വർക്ക് വെച്ചിട്ട് ടഫൺ ഗ്ലാസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല വലിയ രീതിയിലുള്ള പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം കുറച്ച് ഭാഗം റൂഫ് ചെരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫില്ലറിലൊക്കെ കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമരിൽ ടെക്സ്ചർ വർക്കാണിത്. ഇവിടെ 2 ഭാഗം സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ബ്രിക്ക് ഡിസൈനിൽ നല്ല ഗോൾഡൻ ടച്ചിൽ പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ ഫുള്ള് തേക്കിലാട്ടോ. അടിഭാഗത്തെ മെയിൻ ഡോർ, മുകൾ ഭാഗത്ത് ബാൽക്കണിയിലെ ഡോറുകളൊക്കെ തേക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കയറി വരുന്നത് ഫസ്റ്റ് വലിയൊരു ഹാളിലേക്കാണ്. റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഇതുണ്ട്, മുകൾ ഭാഗം സീലിങ്ങിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല വുഡൻ ഷേപ്പിൽ തന്നെ സിമെൻറ്റിൽ ഡിസൈൻ ചെയ്താണ്. അതുപോലെ തന്നെ റൂം ഞാൻ പറഞ്ഞല്ലോ, വലിയ സൈസ് എൽ ഷേപ്പിലുള്ള വലിയൊരു ഹാളാണ്. ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള മാർബിളാണ്. വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിളാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ചുമരിൽ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്തൊരു ലിവിങ് റൂം, 3 ബെഡ്റൂം, അതുപോലെ തന്നെ കോമൺ ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ അടിഭാഗത്ത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഈ ഭാഗത്തൊരു ഡൈനിങ് ഏരിയ, ഇവിടെ ഒരു ബോക്സ് ലുക്കിലുള്ള ഒരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് സെറാമിക് ബൗളൊക്കെ വെച്ചിട്ട് പുതിയ സിസ്റ്റത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ലിവിങ് റൂം. അത് ഈ ഫ്രണ്ട് ഭാഗമുണ്ട്, ആർച്ച് ഡിസൈനിൽ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പ്, ഫ്രണ്ട് ഭാഗം ഒരു ഓവൽ ഷേപ്പിലാണ് അതിൻ്റെ ഡിസൈനിങ്. അതുപോലെ തന്നെ നല്ല കസ്റ്റമൈസ് ചെയ്തിട്ട് സോഫ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ നല്ല രീതിയിൽ ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്തെ ഒരു റൂമാണിത്. അപ്പോൾ ഇതൊന്നും ഒരു നിലവിൽ ബെഡ്റൂമായിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് എങ്ങനെ ചെയ്യാം. ഇവിടെ നല്ല ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട്. ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സാധാരണ നോർമൽ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ, വലിയ ഹാളിൽ നിന്ന് ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ. ഈ പാസേജിൽ നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഹാൻഡിലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് മാർബിൾ തന്നെയാണ് കേട്ടോ വീട്. അടിഭാഗം ഫുള്ളായിട്ട് മാർബിളാണ്. മുകൾ ഭാഗം വെട്രിഫൈഡ് സെറാമിക് ടൈലും. അടിഭാഗത്തെ കോമൺ ബാത്റൂമാണിത്. ഇതാണ് അടിഭാഗത്ത് മറ്റൊരു ബെഡ്റൂം വരുന്നത്.
റൂം 12x11 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. ചുമരിൽ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിൽ ഇതുപോലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനൊക്കെ സീബ്ര ലൈൻ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. യൂറോപ്യൻ രീതിയിലുള്ള ആംഗ്ലോന്തിൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണോട് ചേർന്നിട്ടുള്ള സ്റ്റോറേജാണ്. ഇവിടുത്തെ കിച്ചൺ എടുത്ത് പറയണത് ഇവിടെ ഇതൊരു സ്റ്റോർ റൂമാണ്. ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റോറേജ്, ചെറിയൊരു പാസേജ് ഏരിയ പോലെ ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണ് തൊട്ട് ചാരിയിട്ട് അപ്പുറത്ത് വർക്ക് ഏരിയ. ഇത് അടിഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ്, വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈലാണ്. ഇവിടെയൊക്കെ കൗണ്ടർ ടോപ്പ് എൽ ഷേപ്പിലുള്ള സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സിങ്ക് ഉണ്ട്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്തും മുകളിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. ഗ്രില്ലെല്ലാം വെച്ചിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തൊരു ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. അതിനോട് ചേർന്നിട്ട് ഇവിടെയും മറ്റൊരു കിച്ചണ്. അതായത് കിച്ചൺ തന്നെ 3-4 പാർട്ടായിട്ടാണ് ഇവിടെ. അതിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ചുമരിലൊക്കെ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പുണ്ട്. അടിയിലൊക്കെ സ്റ്റോറേജ്. ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം റാക്ക് ഉണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ട് കിച്ചൺ. അടിഭാഗം മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂം, വലിയൊരു ഹാള്, കോമൺ ബാത്റൂം, ഇത്രയും ഫെസിലിറ്റിയാണ്. ഇവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള സെറാമിക് വെട്രിഫൈഡ് ടൈലുകളാണ്. ഈ സെൻട്രലി ബോർഡർ കാണുന്നത് വെട്രിഫൈഡ് ടൈല്, ചുറ്റും കൊടുത്തിട്ടുള്ളത് സെറാമിക് ടൈല്. വലിയ ലെങ്തി ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ്. റൂഫിംഗ് സ്ലോപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം ആർച്ച് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അടിയില്ല അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് ഇവിടെ നല്ലൊരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ്. മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം. അടിഭാഗത്തെ ലിവിംഗ് റൂമിൻ്റെ അതേ സെയിം സൈസിൽ തന്നെയാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നത്. കണ്ടോ വിൻഡോസ് ഇതെല്ലാം നല്ല മരമാണ് കേട്ടോ, അല്ലാതെ സിമെൻറ്റോ ഇതൊന്നുമില്ല. നല്ല മരത്തിൻ്റെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ ചുമരിൽ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്ക്, നല്ല രീതിയിൽ പെയിൻറ്റിങ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിൽ ഇതുപോലുള്ള വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. നല്ല ഡിജിറ്റൽ, പുതിയ മോഡലിൽ ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് വാഷ് ബേസിൻ, ആ ഭാഗത്ത് വാൾ ഹാങ് ടൈപ്പ് വാഷ് ബേസിൻ ഉണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ ടോട്ടലി 6 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 6 ബെഡ്റൂമിൽ 3 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് 3 കോമൺ ബാത്റൂം വേറെയുണ്ട്. ഹാളിലെ കോമൺ ബാത്റൂമാണിത്. ഇവിടെയും യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാൽക്കണി സിറ്റ് ഔട്ടിലേക്കുള്ള ഡോറാണ്. ഇതുണ്ടോ നല്ല വുഡ്, തേക്കിൻ്റെ നല്ല മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല തിക്നെസ് ഉള്ള ഡോറുകളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ വാതിൽക്കട്ടിൻ്റെ സൂത്രക്കട്ടയൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി സിറ്റ് ഔട്ട് വരുന്നുണ്ട്. പുറത്തേക്ക് നല്ലൊരു വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ. നേരെ ഫ്രണ്ടിൽ ഇവിടെ ടാറിട്ട് റോഡ്. മുകൾ ഭാഗത്തുണ്ട്, ഇവിടെയൊക്കെ വീടുണ്ട്. ഇവിടെ വീടുണ്ട്. അതിന് പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. വീടിൻ്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട്, മെയിൻ സ്ലാബിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ട്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുണ്ട് നല്ല രീതിയിൽ തന്നെ. നല്ല ഫ്രണ്ട് ഭാഗം നല്ല ക്ലേ ഓട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിൻഭാഗത്തായിട്ട് ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിൻഭാഗത്ത് അതിരി ഇവിടുന്ന് കറക്റ്റ് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ കവുങ്ങിൻ്റെ ഇവിടെ ഉണ്ടോ, അതിലിങ്ങനെ ഒരു കെട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു മതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഭൂമിയൊക്കെ ഇതിൽ പെട്ടത്. അതായത് ഇതിൽ കവുങ്ങുണ്ട്, അവിടെ തെങ്ങുണ്ട്, വാഴയുണ്ട്, അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളുണ്ട്. കുറേ കൂടുകളുണ്ട്. കോഴിക്കൂട് കാണുന്നത് ആ ഭാഗങ്ങളൊക്കെ ഇതിൽ പെട്ടതാണ്. ജസ്റ്റ് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇത് ഈ മതിലിനോട് തൊട്ടപ്പുറത്തായിട്ട് റോഡാണ് കേട്ടോ വരുന്നത്. പഞ്ചായത്ത് റോഡാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ നെറ്റ് ഇട്ടതാണ്. നെറ്റ് ഇട്ടിട്ട് അപ്പുറത്തുള്ള ഈ കവുങ്ങൊക്കെ വരുന്ന ഭാഗം ഇതിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഫുള്ള് സോളാർ സിസ്റ്റമാണ്. അതുപോലെ തന്നെ വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള ഓവർ ഹെഡ് ടാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. മുകൾ ഭാഗം ഇവിടെയൊക്കെ ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുണ്ടോ.
ഒരുപാടുണ്ട്. അലക്കലുണ്ട്, വിറക് പുരണ്ട്, പുറത്ത് ടോയ്ലറ്റ് വേറുണ്ട്, കുളിമുറി വേറുണ്ട്, ഇതൊക്കെ പുറത്ത്. ഇതൊക്കെ സൗകര്യങ്ങൾ ഒരുപാടുണ്ട് ഈ വീട്ടിൽ. പിൻഭാഗത്തായിട്ട് ഇവിടെയാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 or 4 വാഹനങ്ങൾ നല്ല അടിപൊളിയായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിൽ വലിയ ഒരു പോർച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്നിട്ട് അടിഭാഗത്ത് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയും ഇതിൽ പെട്ടിട്ടുള്ളതാണ്. ടോട്ടലി 70 സെൻറ്റ് സ്ഥലമുള്ളത്. അതിൽ വീട് നിൽക്കുന്ന ഭാഗം 19.6 സെൻറ്റ് സ്ഥലം. അങ്ങനെ ഇനി മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സംസാരിക്കാം. അതിൽ ഒരുപാട് മരങ്ങളുണ്ട്. തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, മാവ്, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. ഒരു ഓടിട്ട വീടും ഉണ്ട്. അപ്പോൾ അടിഭാഗത്ത് ഇവിടെയാണ് നിലവിൽ ഇതിൽ കിണറുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീട് മാത്രമാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയയാണ്. ഇനി അതല്ല, നമ്മൾക്ക് ഇനി ആ കിണറ്റിൽ തന്നെ വെള്ളം എടുക്കാനുള്ള അവകാശം വേണമെങ്കിൽ അതങ്ങനെയും തരും. 19.6 സെൻറ്റ് സ്ഥലത്ത് 2 നില 2500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന 6 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട നല്ലൊരു സൂപ്പർ വീട്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള, നല്ല സൗകര്യമുള്ള നല്ലൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലി 70 സെൻറ്റ് സ്ഥലമുള്ളത്. വീട് നിൽക്കുന്ന ഭാഗം 11.6. ഇതിനോട് ചേർന്നിട്ട് ഇവരുടെ പഴയൊരു ഓടിട്ട വീടുണ്ട്. ഒരു 50 സെൻറ്റ് സ്ഥലം വേറെയുണ്ട്. ആർക്കെങ്കിലും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഈ 19.5 സെൻറ്റും ആ വീടിൻ്റെ വിലയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി മാറ്റത്തിനും പാർട്ടി തയ്യാറട്ടോ. ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല കാലി സ്ഥലങ്ങളോ ബിൽഡിംഗ് സൈറ്റുകളോ കുറച്ച് പൈസയും കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ആയിട്ട് മാറ്റത്തിനാണെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് പാർട്ടി തയ്യാറാണ്. അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയുള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കടുങ്ങല്ലൂർ ഭാഗത്താണ്. അതായത് അരീക്കോട് പുത്തലത്ത് നിന്ന് നമ്മൾ കീശ്ശേരി പോകുന്ന റോഡുണ്ട്. കീശ്ശേരി കൊണ്ടോട്ടി റൂട്ടിൽ ചെമ്പ്രക്കാട്ടൂർ കഴിഞ്ഞിട്ട് കടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ കടുങ്ങല്ലൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം. നമ്മൾക്ക് കാവനൂർ ഭാഗത്ത് നിന്ന് അവിടുന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. പുത്തലം ഭാഗത്തുണ്ട്, കീശ്ശേരി ഭാഗത്തുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഏരിയ, നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയിൽ ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. ഈ 19.5 സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ട വലിയ വീടിനും ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപ. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.